ജനാധിപത്യം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത സൗദി അറേബ്യയിൽ നിന്ന് നമ്മുടെ റഹീമിന് വേണ്ടിയിട്ട് നമ്മൾ മലയാളികൾ പണം കൊടുത്തു നീതി വാങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ജാതിമത ഭേദമന്യേ അതേപോലെ തന്നെ സകല രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്നും റഹീമിനെ കേരളത്തിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല ആളുകളും സകല ആളുകളും നമ്മുടെ കേരളത്തിലെ സകല പാർട്ടികളും സകല സംഘടനകളും ഒരേ മനസ്സോടുകൂടി ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കറിയാം, ഇദ്ദേഹത്തിനെതിരെ കൊലപാതക കുറ്റമാണ് ആരോപിച്ചിരിക്കുന്നത്. പക്ഷേ ഈ രാജ്യത്ത് ജീവിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ ഭാരതത്തിലെ അന്തസ്സുള്ള ഒരു വ്യക്തിയും അറേബ്യൻ രാജ്യങ്ങളിലെ ഒരു അടിസ്ഥാനവുമില്ലാത്ത നിയമങ്ങളെ ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു അവസരത്തിൽ ഓരോ മലയാളിയും ഓർക്കേണ്ട വളരെ ഗൗരവമുള്ള മറ്റൊരു വിഷയം കൂടിയുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള 8 ഉദ്യോഗസ്ഥരെ ഖത്തർ വധശിക്ഷയ്ക്ക് വിധിച്ച സമയത്ത് നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ആ വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ നിരന്തരം വന്ന് കമൻറ്റ് ബോക്സുകളിൽ എഴുതിക്കൊണ്ടേ ഇരുന്നിരുന്നത്. ഒരുപാട് കമൻറ്റുകളുണ്ട്. നമ്മളിവിടെ കുറച്ച് കമൻറ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ വായിച്ചു നോക്കിയാൽ മതി. അതിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത് ചുമ്മാ ഒരു അറബ് രാജ്യവും ഒന്നും തന്നെ ചെയ്യില്ല, ചാരപ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നൊക്കെ ഒരു കമൻറ്റ് കണ്ടില്ലേ. വളരെ ലളിതമായിട്ട് ചോദിക്കുകയാണ്, രാജ്യം ഒരിക്കലും നമ്മുടെ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥന്മാർ ചാരപ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞിട്ടില്ല. ഖത്തർ എന്ന രാജ്യവും ചാരപ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞിട്ടില്ല. മറ്റു പല മാധ്യമങ്ങളും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ നിരന്തരം ചാരപ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ വധശിക്ഷ തന്നെ നടപ്പിലാവണമെന്നൊക്കെ പറഞ്ഞ് വളരെ മൃഗീയമായിട്ടുള്ള കമൻറ്റുകൾ നമ്മളൊക്കെ തന്നെ വളരെ വേദനയോട് കൂടിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഭാരതത്തിലെ ഒരു പൗരൻ എന്ന നിലയ്ക്ക്, ഈ ഭാരതത്തിലെ ഭരണാധികാരികളെ വിശ്വസിക്കുന്ന സകല ആളുകൾക്കും ഒരൊറ്റ പ്രതീക്ഷയുണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ അതിശക്തരായിട്ടുള്ള ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തിൻ്റെ, അതായത് അവരുടെ ജീവിതത്തിലെ യൗവനം മുഴുവൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുള്ള മുൻ നാവികസേനാ ഉദ്യോഗസ്ഥന്മാരെ ഖത്തറിനൊന്നും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഈ ഭാരതത്തിലെ ഓരോ പൗരനും വിശ്വാസമുണ്ടായിരുന്നു. ഈ ഭാരതത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കായിരുന്നു ആ വിശ്വാസമുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നടന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ആ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥന്മാരെ ആ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയത് മാത്രമല്ല, മറിച്ച് പിന്നീട് ജയിലിൽ പോലും കിടക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഓൺ ദി സ്പോട്ടിൽ ആ ഒരു വധശിക്ഷയൊക്കെ റദ്ദാക്കുകയും അവരെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഓരോ ആളുകളും ഓർക്കേണ്ടത്, അബ്ദുൽ റഹീമിന് വേണ്ടിയിട്ട് പണപ്പിരിവുമായിട്ട് ഇറങ്ങിയ സമയത്ത്, അബ്ദുൽ റഹീമിന് വേണ്ടിയിട്ട് സ്റ്റാറ്റസ് വെക്കാൻ, അബ്ദുൽ റഹീമിന് വേണ്ടിയിട്ട് റീൽസ് ചെയ്യാൻ, അബ്ദുൽ റഹീമിന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യാൻ ഇവിടെ ജാതി മത ഭേദമന്യേ ഒരു എതിർ ശബ്ദം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഗൗരവമായിട്ട് തന്നെ ഓരോ ആളുകളും ഓർക്കണം. മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള 8 ഉദ്യോഗസ്ഥരെ വധശിക്ഷയ്ക്ക് വിധിച്ച സമയത്ത് നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഖത്തറിന് വേണ്ടിയിട്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ച്, ഖത്തറിന് വേണ്ടിയിട്ട് സ്നേഹങ്ങൾ അർപ്പിച്ച് നിരന്തരം കമൻറ്റുകൾ ഉണ്ടായിരുന്നു. ഈ 2 വിഷയത്തിലെയും ഇരട്ടത്താപ്പും പൊതുസമൂഹം വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയണം.